കാലിത്തൊഴുത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി മറിയുടെ ഉദരത്തിലൂടെ ഉരുവാകപ്പെട്ട രക്ഷകനായിരിക്കുന്ന യേശുവിനെ പറ്റി പഴയ നിയമത്തിൽ അവിടെ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ്. അക്കമിട്ട് അടിവരയിട്ട് അവൻ ആരായിരിക്കും, അവൻ എവിടെ ജനിക്കും, ആരിലൂടെ ജനിക്കും, എവിടെ ജനിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടം എന്ത്, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തവും ശക്തവുമായിട്ട് അവിടെ അക്കമിട്ട് അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ട് അവൻ എന്ത് ചെയ്യും, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഗെത്സമനയിൽ പിടിക്കപ്പെട്ട് ഗബതയുടെ കൽത്തളങ്ങളിൽ തകർക്കപ്പെട്ട് ഗോൽഗോത്തയിൽ തറയ്ക്കപ്പെട്ട് അരിമത്യക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലിനാൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു സന്ദേശം ഈ മനുഷ്യനോട് കൈമാറിയപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ എനിക്കൊന്ന് അറിയണം. പ്രിയരെ, ഞാൻ വിളിച്ചു പറയാം, ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗമുണ്ടെന്ന് ഉലകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി പറയുന്നു, അത് യേശുവിലൂടെയല്ലാതെ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ, നിത്യതയിൽ പ്രവേശിക്കാൻ മറ്റൊരു മാർഗം ഈ ഉലകത്തിലില്ല. ഇതുപോലെ ഒരു സന്ദേശം ഉലകത്തിൽ കേൾക്കാനുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു മനുഷ്യന്റെ ഏതൊരു വിഷയത്തിനും, ഏതൊരു പ്രതിസന്ധിക്കും, ഏതൊരു പ്രതികൂലത്തിനും ഒരൊറ്റ മാർഗമേയുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗം, അത് യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇതാ ഫിലിപ്പോസ് ആ മനുഷ്യനോട് പറഞ്ഞത്.